നാട്ടിൽ വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആലപ്പുഴയിലേക്കൊരു ട്രിപ്പ് പോയില്ലെങ്കിൽ ഒരു മനസ്സുഖമില്ല. അതുകൊണ്ട് ഈ വട്ടവും ആലപ്പുഴയിലേക്ക് തന്നെ ഒരു ട്രിപ്പ് പോയി. ബട്ട് ഈ വട്ടം ഞങ്ങൾ ആലപ്പുഴയിൽ സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. സോ ജോണിറീൻ ഐലൻഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ട്, അതിലേക്ക് ഞാൻ പിന്നെ വരാം. ഇപ്പോൾ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങി നമ്മൾ അടൂർ തോംസണിൽ കയറി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ ആലപ്പുഴയ്ക്ക് വിട്ടു. ആലപ്പുഴയ്ക്ക് പോകുന്ന വഴിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അടിപൊളി വഴിയാണ്. നമ്മൾ പണ്ടാണെങ്കിലും ബസ്സിനൊക്കെ പോകുമ്പോഴത്തേക്കിനും ഈ വഴി വരുമ്പോഴത്തേനും രണ്ട് സൈഡിലും ഇതുപോലെ കായലും പിന്നെ പാടവും പച്ചപ്പും ഹരിതാഭയൊക്കെ കണ്ട് നല്ല ആഘോഷമായിട്ടുള്ള യാത്രയാണ് ആലപ്പുഴ വഴിയുള്ള യാത്ര. ഇപ്പോൾ റോഡൊക്കെ അടിപൊളിയായതുകൊണ്ട് നല്ല സ്മൂത്തായിട്ടുള്ള യാത്രയാണ്. അല്ലെങ്കിൽ നമ്മൾ ഫാമിലി ആയിട്ട് ഒരുമിച്ച് പോയി യാത്ര പോകുന്നത് പോലെ ഒരു രസകരമായിട്ടുള്ളൊരു സംഭവം വേറെയില്ല. നമ്മളങ്ങനെ യാത്ര ചെയ്ത് ബൈപ്പാസ് എത്തി, ആലപ്പുഴ ബൈപ്പാസ്. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഹോൾട്ട് എടുത്ത് ചായ കുടിക്കാനൊക്കെ. പിന്നെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്താറായി. തുമ്പോളിയാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അങ്ങനെ നമ്മൾ അവിടെ ഡെസ്റ്റിനേഷൻ എത്താറായി. അങ്ങനെ ഒരു 4-4:30 5 മണി ആ സമയമായപ്പോഴത്തേക്കിനും നമ്മൾ ഇതുപോലെ ജോണിറീൻ ഐലൻഡിലെത്തി. നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നല്ല സ്റ്റേയും എസ്പെഷ്യലി ഫുഡ് ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു അവരുടെ. നമുക്ക് ഏറ്റവും പ്രത്യേകമായിട്ട് തോന്നിയത്, നമ്മളിപ്പം ജസ്റ്റ് നമ്മൾ വന്ന വില്ലയുടെ ഫ്രണ്ടിൽ നമ്മൾ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ സീ വ്യൂ ആണ്. നമ്മളിപ്പോൾ അതിൻ്റെ സിറ്റ് ഔട്ടിൽ ഇറങ്ങിയിരിക്കുമ്പോൾ നമ്മൾ നേരെ കാണുന്നത് സീ ആണ്. അത് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആയിരുന്നു. നമ്മൾ വൈകുന്നേരം ചെന്നപ്പോൾ തന്നെ സൺസെറ്റിൻ്റെ സമയമൊക്കെ ആയി. അപ്പം നമ്മൾ ചെന്ന് ഇറങ്ങി നമ്മളങ്ങനെ സൺസെറ്റ് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ ഇറങ്ങുമായിരുന്നു. അമ്മയും പപ്പായും ഒക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു ഈ ട്രിപ്പ്. നമ്മൾ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ പുറത്ത് കടലിലേക്കൊക്കെ ഇറങ്ങാനായിട്ടൊക്കെയുള്ള പ്ലാനായിരുന്നു. കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരുടെയും ഫോട്ടോസും പപ്പയുടെ അമ്മയുടെയും എല്ലാവരുടെയും അവരുടെ കപ്പിൾ ഫോട്ടോസും പിന്നെ പിള്ളേരുടെ ഫോട്ടോസും എല്ലാം എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ പതിയെ നമ്മൾ പുറത്ത് കടലിലേക്ക് ഇറങ്ങി. അവിടെ സ്വിമ്മിങ് ഏരിയ അല്ല, നമ്മൾ ഒരുപാട് കുട്ടികളെ കൊണ്ടൊന്നും അകത്തേക്ക് അങ്ങനെ ഇറങ്ങി പോകരുതെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ. കാരണം അതിച്ചിരി ഡേഞ്ചർ സോണാണ്. ലൈക്ക് അവർ അവിടെ വേലിയൊക്കെ കെട്ടിയിട്ട് പിന്നെ രാത്രി ഒരു 10 മണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഗേറ്റിന് പുറത്ത് പോകാൻ പറ്റത്തില്ലെന്ന് അവർ പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം ആ കടൽ തീരത്തൊക്കെ നിന്ന് ഇങ്ങനെ എൻജോയ് ചെയ്തു. നല്ലൊരു അടിപൊളി വൈബായിരുന്നു. നമ്മളൊരു 7 മണി വരെ ആ കടൽ തീരത്ത് എങ്ങനെയും നമ്മൾ സ്പെൻഡ് ചെയ്തു കുറേ ടൈം. നല്ലൊരു അടിപൊളി മൊമെൻ്റ് ആയിരുന്നു അത്. പിന്നെ പിള്ളേരൊക്കെ ആയിട്ട് കുറേ നേരം നിന്നു. പിന്നെ നമ്മൾ അങ്ങനെ നിന്നപ്പോൾ നമുക്ക് ഒരു പ്ലാൻ തോന്നി, ഇങ്ങനെ കപ്പിൾ റീലൊക്കെ ചെയ്താലോ എന്ന്. അങ്ങനെ നമ്മളവിടെ നിന്ന് കുറച്ച് കപ്പിൾ റീലൊക്കെ ചെയ്തു. ജിമ്മിച്ചായയും നിമ്മായെയും ഒക്കെ അഭിനയിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഡയറക്ടർ ആവേണ്ടി വന്നു ഗായ്സ്. ഭയങ്കര ഒരു ഫൺ പാർട്ടായിരുന്നു ട്രിപ്പിൻ്റെ. പപ്പനെ അമ്മേനെയും കൊണ്ടൊക്കെ റീലെടുപ്പിച്ചു. അങ്ങനെ അവരുടെ എല്ലാവരുടെയും അങ്ങനെ അവരുടെ ഉള്ളിലുള്ള കലാകാരന്മാരെയും കലാകാരികളെയും എല്ലാം ഞാൻ പുറത്തെടുത്തു ഗായ്സ്.
വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കിനും ബീച്ച് സൈഡിൽ തന്നെ റിസോർട്ട് ആയതുകൊണ്ട് നമുക്കവിടെ ഒരു ടൈം ലിമിറ്റേഷൻ ഒന്നും ഇല്ലായിരുന്നു. ലൈക്ക് നമുക്ക് എത്ര വേണമെങ്കിലും എൻജോയ് ചെയ്ത് വൈകുന്നേരം ഫുള്ള് ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. നമ്മൾ ചെക്കിനൊക്കെ ഓൾറെഡി ചെയ്ത് നമ്മൾ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് കുറേ നേരം നമ്മൾ കടൽത്തീരത്തെല്ലാം നിന്നത്. അതിൻ്റെ മാനേജ്മെൻ്റ് ആണെങ്കിലും നല്ല ഒരു ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു അവർ. പിന്നെ നമ്മൾ പപ്പേനെ അമ്മേനെയും അവരുടെ റൂമിലാക്കി. നല്ല റൂമൊക്കെ ആയിരുന്നു, റൂം ഫെസിലിറ്റീസും ക്ലീൻ ഫെസിലിറ്റി ആയിരുന്നു. പപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ റൂം ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ജിമ്മിച്ചാട് റൂമും സീ വ്യൂ ആയിരുന്നു. പിന്നെ അവരെ എല്ലാവരും റൂമിലാക്കിയ ശേഷം ഞാൻ എൻ്റെ റൂമിലേക്ക് വന്നു. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് സ്വിമ്മിംഗ് പൂളിൽ പോകാനുള്ളൊരു പ്ലാനായിരുന്നു. നമ്മൾ പറയുന്ന പോലെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ മൈൻഡൊക്കെ ഭയങ്കര റിലാക്സ് ആവുന്നതാണ് എൻ്റെ അഭിപ്രായം. ആലപ്പുഴ ബീച്ചിൽ വന്നതാണ്. ആണോ? ഓക്കേ, സെറ്റ്. ഡാഡി ഇഷ്ടപ്പെട്ടോ? നമ്മളങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ വന്നു. സ്വിമ്മിംഗ് പൂളിൽ കുറേ നേരം നമ്മൾ 8:30, 9 o'clock വരെ നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ കുറേ നേരം എൻജോയ് ചെയ്തു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഫുഡ് ഒരു രക്ഷയില്ലാത്ത ഫുഡ് എന്നാണ് പറയാം. കാരണം അവരവിടെ തന്നെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് തരുന്നത്. നമ്മൾ നേരത്തെ നമ്മളുടെ അടുത്ത് ചോദിക്കും, തലേ ദിവസമേ ഇതിൻ്റെ മാനേജർ എന്നെ വിളിച്ചിട്ട് എന്തൊക്കെയായിരുന്നു ഫുഡ് ഓപ്ഷൻസ് ഉള്ളതെന്നും എന്തൊക്കെയാണ് അവൈലബിൾ എന്നും നമുക്ക് വേണ്ട എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കി അവർ ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ആക്കി വെച്ചിരിക്കുമായിരുന്നു. നമ്മൾ ഫുഡ് ഒരുപാട് എൻജോയ് ചെയ്താണ് കഴിച്ചത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ നാളത്തെ വീഡിയോയിൽ പറയാം.